മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പച്ചത്തേങ്ങ വില താഴോട്ട്. 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 42 രൂപയും ഉണങ്ങിയതിന് 52 രൂപയുമാണ് വിലയിടിഞ്ഞത്. 7 മാസത്തിനിടെ 1 കിലോയ്ക്ക് 36 രൂപയാണ് കുറഞ്ഞത്. ഇതിന്റെ ചുവട് പിടിച്ച് കൊപ്രയ്ക്കും വിലയിടിഞ്ഞിട്ടുണ്ട്. വാഴത്തോട്ടത്തിൽ കർഷകൻ മരിച്ച നിലയിൽ. പരിയാപുരത്തിനടുത്ത് പട്ടിക്കുന്നിലാണ് കർഷകനെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടിക്കുന്ന് കല്ലിപ്പറമ്പിൽ അബ്ദുൾ അസീസാണ് മരിച്ചത്. മോട്ടോർ നന്നാക്കാൻ കിണറ്റിലിറങ്ങിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. കരുളായി വലമ്പുറം സ്വദേശി റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായ ജോസ് ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡിയും 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പും നിലമ്പൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. വീടിനുള്ളിൽ നിന്ന് പാമ്പിനെ പിടികൂടി. രാമങ്കുത്ത് സ്വദേശി നഫീസയുടെ വീടിന്റെ ഹാളിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വാർത്തകൾ വിശദമായി. പച്ചത്തേങ്ങ വില താഴോട്ട്. 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 42 രൂപയും ഉണങ്ങിയതിന് 52 രൂപയുമാണ് വിലയിടിഞ്ഞത്. 7 മാസത്തിനിടെ 1 കിലോയ്ക്ക് 36 രൂപയാണ് കുറഞ്ഞത്. ഇതിന്റെ ചുവട് പിടിച്ച് കൊപ്രയ്ക്കും വിലയിടിഞ്ഞിട്ടുണ്ട്. കിലോയ്ക്ക് 200 രൂപയുണ്ടായിരുന്ന കൊപ്രയ്ക്ക് 150 രൂപയായി. ഉണ്ടക്കൊപ്രയ്ക്ക് 225 രൂപയിൽ നിന്ന് 180 കുറഞ്ഞു. വെളിച്ചെണ്ണ വില ലിറ്ററിന് 260 രൂപയിലെത്തി. 7 മാസത്തിനിടെ 1 കിലോയ്ക്ക് 36 രൂപയാണ് കുറഞ്ഞത്. ഇതിന്റെ ചുവട് പിടിച്ച് കൊപ്രയ്ക്കും വിലയിടിഞ്ഞിട്ടുണ്ട്. കിലോയ്ക്ക് 200 രൂപയുണ്ടായിരുന്ന കൊപ്രയ്ക്ക് 150 രൂപയായി. ഉണ്ടക്കൊപ്രയ്ക്ക് 225 രൂപയിൽ നിന്നും 180 കുറഞ്ഞു. വെളിച്ചെണ്ണ വില ലിറ്ററിന് 260 രൂപയിലെത്തി. തേങ്ങ ഉൽപാദനം കൂടിയതും ഗൾഫിലേക്കുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിലച്ചതുമാണ് വിലയിടിവിന് കാരണമായത്. വിലയിടിവ് കർഷകരെയും വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വില ഇനിയും താഴുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകളെന്നും വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാളികേര കർഷകർക്ക് സുവർണകാലമായിരുന്നു. വില ഉയർന്നാണ് കഴിഞ്ഞ വർഷം സർവകാല റെക്കോർഡായ 78 രൂപ വരെ എത്തിയത്. എന്നാൽ മാസങ്ങൾക്കിടെ 40% വില കുറഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തേങ്ങ ഉൽപാദനം കൂടിയത് US-ഇറാൻ യുദ്ധം തുടങ്ങിയവയാണ് വിലയിടിവിന് പ്രധാന കാരണമായി പറയുന്നത്. ഇത്തവണ ചൂട് കൂടുതലായതിനാൽ തേങ്ങ പെട്ടെന്ന് മൂപ്പെത്തിയതും വിപണിയിൽ കൂടുതൽ തേങ്ങ എത്താനും കാരണമായിട്ടുണ്ട്. ഉണങ്ങാത്ത പച്ചത്തേങ്ങ പൊടിയാക്കി ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഗൾഫിൽ യുദ്ധം കാരണം അങ്ങോട്ടുള്ള കയറ്റുമതി നിലച്ചതിനാൽ കമ്പനികൾ തേങ്ങ വാങ്ങുന്നത് നിർത്തിയതും തിരിച്ചടിയായി. നേരത്തെ വിലയിടിവുണ്ടാകുമ്പോൾ കേരാഫെഡ് മുഖേന കൃഷിവകുപ്പ് പച്ചത്തേങ്ങ സംഭരണം നടത്തിയിരുന്നു. അങ്ങനെ വില പിടിച്ചു നിർത്തുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് കേരഫെഡിന്റെ സംഭരണമുള്ളത്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. വാഴത്തോട്ടത്തിൽ കർഷകൻ മരിച്ച നിലയിൽ. പരിയാപുരത്തിനടുത്ത് പട്ടിക്കുന്നിലാണ് കർഷകനെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടിക്കുന്ന് കല്ലിപ്പറമ്പിൽ അബ്ദുൾ അസീസാണ് മരിച്ചത്. വാഴത്തോട്ടത്തിൽ പന്നി കയറാതിരിക്കുവാൻ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് മരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അബ്ദുൾ അസീസിന്റെ മൃതദേഹത്തിന് സമീപം ഒരു പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ട്. ആളൊഴിഞ്ഞ കൃഷിയിടത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. ഇവിടെ ഭൂമി പാട്ടത്തിനെടുത്ത് വാഴകൃഷി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. മൃതദേഹം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. പിതാവ് പരേതനായ കുഞ്ഞുമൊയ്തു, മാതാവ് ആസ്യ. മോട്ടോർ നന്നാക്കാൻ കിണറ്റിൽ നിറങ്ങിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. കരുളായി വലമ്പുറം സ്വദേശി റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായ ജോസ് ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. മോട്ടോർ നന്നാക്കുവാൻ കിണറ്റിലിറങ്ങിയ ജോസ് ഓക്സിജന്റെ അഭാവത്താൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ട് കിണറ്റിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. നിലമ്പൂർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി കിണറ്റിൽ ഇറങ്ങി താഴ്ന്നുപോയ ആളെ പുറത്തെടുത്തു. പ്രഥമ ശുശ്രൂഷ നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡിയും 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പും നിലമ്പൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു.
ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാസം ഒരു ദിവസവും എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലുള്ള യോഗങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെ ഈ സംഘടനയിൽ വന്നൊരു മാറ്റമാണ്. പഴയകാലത്ത് ഇത്തരം ജനകൂടി യോഗങ്ങളിലൊക്കെ കൃത്യമായിട്ട് നടത്താറുണ്ട്. ഏതാണ്ട് നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് നമ്മൾക്ക് തരാറുണ്ട്. അതിലൊക്കെ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജില്ലക്കല്ല നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വന്നു. ഇവിടെ നിങ്ങൾ റിപ്പോർട്ടും കണക്കുമൊക്കെ നിങ്ങൾ ഇതേപോലെ കൈയടിച്ച് പാസ്സാക്കണം. പക്ഷേ ഈ റിപ്പോർട്ടില് നിലമ്പൂരിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിൽ കണ്ടിട്ടില്ല. ആ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് ഈ സംഘടനക്കുണ്ടായ നേട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സഫറുള്ള വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ സി മുഹമ്മദ് അഷ്റഫ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ, ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത്, ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ, സംസ്ഥാന കമ്മിറ്റി അംഗം എൻ അബ്ദുൽ മജീദ്, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞി മുഹമ്മദ്, മണ്ഡലം സെക്രട്ടറി ടി നാസർ, മണ്ഡലം ട്രഷറർ പി മധു, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് റിയാസ് ചെമ്പൻ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ അശ്വതി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ കെ നൌഷാദ് സ്വാഗതവും പി വി സനിൽ കുമാർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. വീടിനുള്ളിൽ നിന്ന് പാമ്പിനെ പിടികൂടി. രാമൻകുത്ത് സ്വദേശി നഫീസയുടെ വീടിന്റെ ഹാളിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. തുറന്നിട്ട ജനൽ വഴിയാണ് പാമ്പകത്ത് കയറിയത്. വിവരം അറിയിച്ചതേ തുടർന്ന് സ്നേക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടി RRTക്ക് കൈമാറി. മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ വിവിധ ഇനം മാങ്ങകളുടെ വിളവെടുപ്പ് ആരംഭിച്ചു. നിലവിൽ മൂവാണ്ടൻ, സിന്ദൂരം, സെനഗൽ എന്നീ ഇനങ്ങളാണ് വിപണിക്ക് തയ്യാറായിരിക്കുന്നത്. വിളവെടുത്ത മാങ്ങകളുടെ ആദ്യഘട്ട വിൽപ്പന ചുങ്കത്തറ മുട്ടിക്കടവ് ഫാമിൽ STC മുണ്ടേരി ഫാമിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. മികച്ച ഗുണമേന്മയുള്ള മാങ്ങകൾ ലഭ്യമാകുന്നതിനാൽ പ്രദേശവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നും അധികൃതർ അറിയിച്ചു. ആവശ്യക്കാർക്ക് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ നേരിട്ടും എത്തി മാങ്ങകൾ വാങ്ങാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ട കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരുടെ ആദ്യഘട്ട പരിശീലനം ആരംഭിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ, ആസൂത്രണ സമിതിയിലെ 2 കോൺഫറൻസ് ഹാളുകൾ, ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ എന്നിങ്ങനെ 4 ഇടങ്ങളിലാണ് പരിശീലനം നടന്നത്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി 800 ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുത്തു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശീലനം. നാളെ ഇതേ വേദിയിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി മൈക്രോ ഒബ്സർവർമാർക്കും ബാക്കിയുള്ള കൗണ്ടിംഗ് സൂപ്പർവൈസർമാർക്കും പരിശീലനം നടക്കും. ഇവരുടെയും 2ാം ഘട്ട റാൻഡമൈസേഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെയും പരിശീലനം മെയ് 3 നടക്കും. ആകെ 1456 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ 7 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്കായി നിയമിച്ചിട്ടുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.